അമേരിക്കയുമായുള്ള സംഘർഷത്തിനിടെ ഇറാന്റെ അത്യാധുനിക സൈനിക വിമാനങ്ങൾ പാകിസ്ഥാനിലെ വ്യോമതാവളത്തിൽ ഒളിപ്പിച്ചിരിക്കുകയാണെന്ന ആരോപണത്തിന് ബലം നൽകുന്ന ഉപഗ്രഹ ചിത്രങ്ങൾ പുറത്തുവന്നു. നയതന്ത്ര മധ്യസ്ഥനായി ചമയുമ്പോഴും പാകിസ്ഥാൻ രഹസ്യമായി ഇറാന്റെ സൈനിക ആസ്തികൾക്ക് സംരക്ഷണം നൽകുന്നു എന്നതാണ് ഈ വെളിപ്പെടുത്തൽ സൂചിപ്പിക്കുന്നത്. റാവൽപിണ്ടിക്ക് സമീപമുള്ള തന്ത്രപ്രധാനമായ നൂർഖാൻ എയർബേസിൽ ഇറാന്റെ സൈനിക വിമാനങ്ങൾ പാർക്ക് ചെയ്തിരിക്കുന്നതായി ഉപഗ്രഹ ചിത്രങ്ങൾ വ്യക്തമാക്കുന്നു. ഇതിൽ ഇറാന്റെ അത്യാധുനിക നിരീക്ഷണ വിമാനമായ RC-130യും ഉൾപ്പെടുന്നു. US വ്യോമാക്രമണത്തിൽ നിന്ന് ഇറാന്റെ വ്യോമസേനയെ സംരക്ഷിക്കാനാണ് ഈ നീക്കമെന്ന് US ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വെടിനിർത്തൽ പ്രഖ്യാപിച്ച ഏപ്രിൽ ആദ്യവാരമാണ് ഈ വിമാനങ്ങൾ പാകിസ്ഥാനിലെത്തിയത്. എന്നാൽ ഈ ആരോപണങ്ങൾ പാകിസ്ഥാൻ വിദേശകാര്യ മന്ത്രാലയം തള്ളി. സമാധാന ചർച്ചകൾക്കായി എത്തിയ നയതന്ത്ര ഉദ്യോഗസ്ഥർക്ക് വേണ്ടിയാണ് ഈ വിമാനങ്ങൾ അവിടെയുള്ളതെന്നാണ് പാകിസ്ഥാന്റെ ഔദ്യോഗിക വിശദീകരണം. വിമാനങ്ങളുടെ സാന്നിധ്യം സൈനിക ആവശ്യങ്ങൾക്കല്ലെന്നും അവർ അവകാശപ്പെട്ടു. ഇറാന്റെ മഹാൻ എയർ സിവിലിയൻ വിമാനങ്ങൾ അഫ്ഗാനിസ്ഥാനിലെ കാബൂളിലും പിന്നീട് ഹെറാത്തിലും പാർക്ക് ചെയ്തിരുന്നതായി വിവരമുണ്ട്. എന്നാൽ താലിബാൻ ഭരണകൂടം ഇക്കാര്യം നിഷേധിച്ചു. പാകിസ്ഥാന്റെ ഈ നിലപാടിന് പിന്നിൽ ചൈനയുടെ പിന്തുണയുണ്ടെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. പാകിസ്ഥാന്റെ ആയുധ ഇറക്കുമതിയുടെ 80% ചൈനയിൽ നിന്നായതിനാൽ ചൈനയുമായി അടുത്ത ബന്ധമുള്ള ഇറാന് സഹായം നൽകാൻ പാകിസ്ഥാൻ നിർബന്ധിതരാകുന്നുണ്ട്. ഇറാൻ മുന്നോട്ടുവെച്ച സമാധാന നിർദ്ദേശങ്ങൾ അമേരിക്ക തള്ളിയതോടെ മേഖലയിൽ വീണ്ടും അനിശ്ചിതത്വം നിലനിൽക്കുകയാണ്. ഹോർമൂസ് കടലിടുക്കിൽ ഡ്രോൺ ആക്രമണങ്ങൾ തുടരുന്നത് സ്ഥിതിഗതികൾ കൂടുതൽ വഷളാക്കുന്നുണ്ട്. പാകിസ്ഥാന്റെ ഈ ഇരട്ടത്താപ്പ് അമേരിക്കയുമായുള്ള അവരുടെ നയതന്ത്ര ബന്ധത്തിൽ വലിയ വിള്ളലുകൾ ഉണ്ടാക്കുവാൻ സാധ്യതയുണ്ടെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്.